നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഗസ്റ്റ് 1-ന് ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മുടെ പല ജില്ലകളിൽ സംഭവിച്ച വെള്ളക്കെട്ട്, പ്രളയ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. മുന്നൊരുക്കങ്ങളിലും അലേർട്ടുകൾ പ്രഖ്യാപിക്കുന്നതിലും വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്ന രീതിയിലുള്ള പരാതികൾ ഒരു വശത്ത് ശക്തമാണ്. ഈ സാഹചര്യത്തിൽ കാലാവസ്ഥ അലേർട്ടുകളെ കുറ്റപ്പെടുത്തി റവന്യൂ മന്ത്രി AP അനിൽകുമാർ മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ചയുണ്ടെങ്കിൽ അത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കുഴപ്പമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത്. സംസ്ഥാന സർക്കാരിന് സ്വന്തം നിലയിൽ മുന്നറിയിപ്പ് നൽകാൻ അനുമതിയില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന അലേർട്ടുകൾ പ്രഖ്യാപിക്കുക മാത്രമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തമെന്നും മന്ത്രി. അലേർട്ടുകൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിൽ സർക്കാരിന് യാതൊരു വീഴ്ചയും വന്നിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രവർത്തനങ്ങളിൽ ഉയർന്നു വന്ന ഒറ്റപ്പെട്ട പരാതികൾ അപ്പോൾ തന്നെ പരിഹരിച്ചതായും അദ്ദേഹം പറഞ്ഞു. എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് മന്ത്രി. നമുക്ക് സംസ്ഥാനത്തിന് സ്വയമേ അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളില്ല. അലേർട്ടുകൾ വൈകിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പത്തനംതിട്ടയിലെ അടിയന്തര സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം വിലയിരുത്തിയിരുന്നു. പത്തനംതിട്ടയിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൂർണ്ണമായി തയ്യാറാണെന്നും ക്ലീനിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. NDRF സംഘങ്ങളും കൂടുതൽ പോലീസ് സംഘവും ഇവിടെ എത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. സമീപ ജില്ലകളിൽ നിന്ന് കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകളും ആറന്മുള റാന്നി മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. മിന്നൽ പ്രളയങ്ങൾ പ്രവചിക്കുന്നതിൽ കാലാവസ്ഥാ വകുപ്പിന് പരിമിതികളുണ്ടെന്നും മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ഏത് അലേർട്ട് വന്നാലും മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അലേർട്ട് ഗ്രീൻ ആണെങ്കിൽ പോലും സർക്കാർ സംവിധാനങ്ങൾ എന്തിനെ നേരിടാൻ സജ്ജരായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ടയിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ കോഴഞ്ചേരി റെസ്റ്റ് ഹൗസിൽ മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. എന്തായാലും നിലവിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അലേർട്ടുകൾ നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന രീതിയിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. അതേസമയം മഴ കനക്കുകയാണ്. മഴ സാഹചര്യത്തിൽ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശദമായി ആ റിപ്പോർട്ട് കൂടി നമുക്ക് നോക്കാം. കോഴിക്കോട്, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കോട്ടയം, പത്തനംതിട്ട, കാസർഗോഡ്, ആലപ്പുഴ, ഇടുക്കി, വയനാട് ജില്ലകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള സർവകലാശാല ബുധനാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും, അതായത് തിയറി, പ്രാക്ടിക്കൽ, വൈവോ, വോസി ഉൾപ്പെടെ എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിരിക്കുകയാണ്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കേരള സർവകലാശാല പഠന വകുപ്പുകളിലെ പരീക്ഷകൾക്ക് മാറ്റമില്ല. 10 ജില്ലകളിലും വിശദമായി നോക്കാം. കോഴിക്കോട് ജില്ലയിലെ മലയോര തീരദേശ മേഖലകളിലും മറ്റും ശക്തമായ മഴ തുടരും. ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകം. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. എറണാകുളം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ശക്തമായ കാറ്റും മഴയും കണക്കിലെടുത്താണ് എറണാകുളം ജില്ലയിൽ അവധി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകം. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ചില താലൂക്കുകളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കണ്ണൂർ ജില്ലയിലും അവധിയാണ്. പ്രതികൂല കാലാവസ്ഥയാണ് കണ്ണൂർ ജില്ലയിൽ നിലവിലായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചത്. ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ളവ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കോട്ടയം ജില്ലയിൽ അവധിയാണ്. കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്കും അവധി ബാധകം. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല.
പത്തനംതിട്ട ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ അവസ്ഥ ഈ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മദ്രസകൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല. ഇടുക്കി ജില്ലയിലേക്ക് പോകാം. ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ കോളേജുകൾ, അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഇല്ല. ആലപ്പുഴ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധിയായിരിക്കും. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. വയനാട് നോക്കാം. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, പരിശീലന സ്ഥാപനങ്ങൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി ബാധകമല്ല. പക്ഷേ റെസിഡൻഷ്യൽ സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളുടെ സുരക്ഷ അതത് സ്ഥാപന മേധാവികൾ ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി അത്തരത്തിലൊരു സാഹചര്യമുണ്ട് എങ്കിൽ അവധി നൽകാവുന്നതാണ് എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലെ പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ്. പല വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പുറത്തു വരുന്ന വീഡിയോകളിൽ പലരുടെ വീടുകളിൽ മുറിക്കകത്ത് വരെ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം, അതിൻ്റെ വീഡിയോകളൊക്കെ പുറത്തു വരുന്നുണ്ട്. തിരുവല്ല താലൂക്കിലും ആശങ്കയേറുകയാണ്. അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഒരു ആശങ്ക ചില ജില്ലകളിൽ നിലനിൽക്കുകയാണ്. കാലവർഷക്കെടുതിയിൽ 25ഓളം മരണം ഇതുവരെ ഉണ്ടായി എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. 52 വീടുകൾ പൂർണ്ണമായി തകരുന്ന സാഹചര്യമുണ്ടായി. 565 വീടുകൾ ഭാഗികമായി തകരുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാനത്ത് 418 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 18,434 പേർ നിലവിൽ ക്യാമ്പുകളിലുണ്ട്. 1-ാം തീയതി മുതൽ ഇന്നലെ വൈകിട്ട് 5 മണിവരെയുള്ള കണക്ക് സർക്കാർ പുറത്തുവിടുകയായിരുന്നു. കോട്ടയത്താണ് കൂടുതൽ മരണം ഉണ്ടായിരിക്കുന്നത്. ജില്ലയിൽ 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. മലപ്പുറത്ത് 4 പേർക്ക് ജീവൻ നഷ്ടമായി. ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ 3 വീതം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇടുക്കിയിലും കോട്ടയത്തുമാണ് ഏറ്റവും കൂടുതൽ വീടുകൾ പൂർണ്ണമായി തകർന്നത്. ഇടുക്കിയിൽ 14ഓളം വീടുകൾ തകർന്നു. കോട്ടയത്ത് 11ഓളം വീടുകൾ തകർന്നിരിക്കുകയാണ്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ ഭാഗികമായി തകർന്നത്. 103ഓളം വീടുകളാണ് പത്തനംതിട്ടയിൽ ഈ ഒരു മഴക്കെടുതിയിൽ തകർന്നത്.